പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം അതിന്റെ 18-ാം അധ്യായം 42-ാമത്തെ വാക്യം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. എല്ലാത്തേക്കാൾ ഉപരിയായി ഈ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർമ്മേൽ പർവ്വതത്തിൽ ഏകാഗ്രതയോടെ, ഏകാന്തതയോടെ, ഏക മനസ്സോടെ ദൈവവുമായി വലിയ ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ട് മനസ്സിന്റെ ഭാരങ്ങളും മനസ്സിന്റെ ചിന്താഗതികളെല്ലാം മാറ്റിവെച്ച് ദൈവം താനുമായി മാത്രമുള്ള അടുത്ത ഒരു സന്ദർഭം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, അതിനെ ഏറ്റവും മനോഹരമായി തിരഞ്ഞെടുത്തത് കർമ്മേൽ പർവ്വതമാണ്. പ്രൈസലോ. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത കിട്ടുവാൻ നിർമ്മലതയോടെ ദൈവത്തിൽ ഇരുന്ന് സത്യസന്ധമായ രീതിയിൽ മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഏലിയാവ് തിരഞ്ഞെടുത്തതുപോലെ ഒരു നല്ല പ്രാർത്ഥന സൗകര്യം നമ്മൾ തിരഞ്ഞെടുക്കണം. പലപ്പോഴും നമ്മുടെ ഭവനത്തിനകത്ത് മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ടിവിയുടെയും മൊബൈലിന്റെ ഒക്കെ വളരെ ആരവാരങ്ങളും ശബ്ദങ്ങളും ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു ഏകാഗ്രതയില്ല. പ്രൈസലോ. അങ്ങനെ ഏകാഗ്രത ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു നിശ്ചലമായ അല്ലെങ്കിൽ അതിനുള്ള സ്വസ്ഥമായ ഒരു അനുഭവം കിട്ടുമ്പോൾ ഏലിയാവിനെ പോലെ നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം തിരഞ്ഞെടുക്കണം. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ലോകത്തെ കീഴടക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസലോ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്നാണ്. അവർ ശക്തന്മാരായിരുന്നു, പ്രാർത്ഥന വീരന്മാരായിരുന്നു, പ്രാർത്ഥന പോരാളികളായിരുന്നു. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു. അതുകൊണ്ട് അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചു. പ്രൈസലോ. ഇവിടെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട പാതാള ഗോപുരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ലോക രാജ്യ സാമ്രാജ്യത്യ ശക്തികൾ, അധികാരങ്ങൾ, ആമേൻ, ജനാധിപത്യം, മതാധിപത്യം, ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞ പല തന്ത്രങ്ങളും ഇവിടെ ഉയർന്നു വരുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യനെ കശാപ്പ് ചെയ്യുന്ന അറവുശാലകളിൽ കന്നുകാലികളെ അറക്കുന്ന പോലെ ക്രൈസ്തവ ജനത്തെ ലോകം മുഴുവൻ കശാപ്പ് ചെയ്യുന്ന തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദങ്ങൾ ഉയർന്നു പൊങ്ങി ആമേൻ നിറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തില് ഹല്ലേലൂയ, ആമേൻ, ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഭൂമി നിർമൂലനാശം ചെയ്യുവാൻ ഒരു കൂട്ടം ജനം ശ്രമിച്ചുകൊണ്ട് ക്രൈസ്തവ പുരോഹിതന്മാരെ, ക്രൈസ്തവ വിശ്വാസികളെ, ക്രൈസ്തവ സന്യാസിനികളെ, അധ്യാപകരെ ഒക്കെ വെറും ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊന്നൊടുക്കുന്ന ഈ കാലയളവ് ഹല്ലേലൂയ, ആമേൻ, സുവിശേഷത്തെ ഏതെങ്കിലും വിധത്തിൽ ഭൂമിയിൽ നിന്ന് തച്ചുടച്ച് കളയുക, ഇല്ലായ്മയെ സുവിശേഷം എന്ന ആ അനുഭവത്തെ ആമേൻ ഭൂമിയിൽ നിന്ന് തകർത്ത് കളയുക സാത്താന്യ ശക്തികൾ ഒന്നൊന്നും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറിയതുപോലെ ഞാനും നിങ്ങൾ ഈ നാളുകളിൽ സംഘടന വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് ദൈവത്തിനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമേൻ ദൈവത്തിന് മുഴങ്കാലും അടക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. രക്തം ചെയ്യാം. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഏകാന്തതയും നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ കൂട്ടുബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും നമ്മുടെ ഐക്യതയും ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, സൃഷ്ടമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഘടാകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന യഥാർത്ഥ സൃഷ്ടാവ് യേശു കർത്താവ്, ഹല്ലേലൂയ, യഹോവയായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനും നിങ്ങളും ആ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി മുഴങ്കാലും അടക്കി കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങളും ആ അനുഭവത്തിലേക്ക് എത്തുന്നെങ്കിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. അതിന്റെ കുടുംബത്തെ ചെയ്യുവാനുണ്ട്, ജീവിതത്തെ ചെയ്യുവാനുണ്ട്, തലമുറയെ ചെയ്യുവാനുണ്ട്, സഭയ്ക്കകത്ത് ചെയ്യുവാനുണ്ട്, ശുശ്രൂഷയ്ക്കകത്ത് ദൈവം ചിലത് ചെയ്യുവാനുണ്ട്. പാതാള ഗോപുരങ്ങളെ പിടിച്ചടക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ, ദൈവിക അധികാരത്തെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുക.
വിശ്വസിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന വിധം ഒന്ന് നോക്കി. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇതിനെക്കുറിച്ച് അനേക വേദപഠിതാക്കളും വേദപണ്ഡിതന്മാരും അവരവരുടെ വ്യാഖ്യാനങ്ങളിൽ വിവിധ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു: ഹല്ലേലൂയ, ഏലിയാവ് തന്റെ മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഇസ്രായേലിലെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ തങ്ങളുടെ തലയെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് കുനിഞ്ഞു നിന്ന് കുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു എത്രയെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആകയാൽ എബ്രായ സ്തുതികർമ്മിണികൾ ഹല്ലേലൂയ സ്തോത്രം വരുന്നതിന് മുമ്പ് തന്നെ അവർ നല്ല സുഖപ്രസവം നടത്തുമായിരുന്നു എന്ന് വിവിധ വ്യാഖ്യാനങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനത് വായിച്ച കാലഘട്ടങ്ങളിൽ അത് കേട്ട കാലം എനിക്ക് അധികം അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഞാനൊരു ആത്മീയ ശിശുവായിരുന്നത് കൊണ്ടും വേദവചന പഠന ഭാഗത്ത് ഞാൻ നിലനിന്നിരുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി പിന്നത്തെ ഇതിൽ പല പ്രാവശ്യവും ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് നമുക്കൊരു വിടുതൽ കിട്ടുന്നതെന്ന് ഈ മനുഷ്യന്റെ പ്രാർത്ഥനയോട് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ കാലഘട്ടത്തിൽ മൗനമായി ഇരിക്കരുത്. നീ സ്വസ്ഥമായി ഇരിക്കുവാനുള്ള സമയമില്ല. ലോകം മുഴുവൻ അക്രമങ്ങൾ കൊണ്ട് നിറയപ്പെടുന്നു, അതിക്രമങ്ങൾ കൊണ്ട് നിറയപ്പെടുകയാണ്. സമൂഹം വലിയ വെല്ലുവിളിയാണ്. ഏത് സമയത്തും ദുരന്തങ്ങൾ പൊട്ടി പുറപ്പെടത്തക്ക നിലയിൽ ഭരണ കൊതിയന്മാർ, ഭരണ ചതിയന്മാരായിരിക്കുന്ന ഭരണാധിപന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീറോ അമേരിയ കാലഘട്ടത്തിലെ പറഞ്ഞ പോലെ റോമാനഗരത്തിന് തീപിടിച്ചപ്പോൾ റോമാനഗരത്തിന് തീപിടിച്ചപ്പോൾ നീറോ ചക്രത്തിൽ വീണവായിച്ചെന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ലോകം മുഴുവൻ കൊന്നൊടുക്കുന്നത് കാണുമ്പോൾ ലോകത്തിന്റെ അധികാരികൾ നീറോ ചക്രത്തെ പോലെ സുഖലോലുപ ജീവിതം നയിച്ച് പട്ടുമെത്തിയിലും മാളികയിലും അവർ സുഖലോലുപ ജീവിതം നയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഒരുങ്ങുന്നെങ്കിൽ മാത്രമേ ഈ നാളുകൾ ക്രൈസ്തവ സംരക്ഷണമുള്ള ഇവിടുത്തെ അധികാരികളോ ഭരണാധിപന്മാരോ ന്യായാധിപന്മാരോ ലോകരാജ്യ സാമ്രാജ്യത്തെ ശക്തികളോ ഒന്നും ദൈവസഭയ്ക്ക് സംരക്ഷണം തരത്തില്ല. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ക്രൈസ്തവ സഭയുടെ സംരക്ഷണം എന്ന് പറയുന്നത് യഹോവയായ ദൈവമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ യഹോവയായ ദൈവം വലിയ ദൂതഗണങ്ങളെ, ദൈവത്തിന്റെ സൈന്യത്തെ ദൈവമക്കൾക്ക് ചുറ്റും പാങ്ങളെയും ഇറങ്ങി ഹല്ലേലൂയ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ കഴിയുന്ന ആത്മശക്തിയും വരും ദൈവം നമ്മുടെ മേൽ പകരും. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉപദേശിക്കുന്ന പറയുന്ന ദൂതാണ്: നീ നാളുകളിൽ ഏലിയാവിനെ പോലെ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ ചിന്തകളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ, ഇവിടുത്തെ ഇമ്പസുഖങ്ങളിൽ നീ മുഴുകി വീണ് സ്വോത്രം എനിക്കെന്താണ് ഇവിടുത്തെ സംഭവിച്ചാൽ ഇവിടുത്തെ സമയം എനിക്കൊന്നുമില്ല, എനിക്ക് ഇഷ്ടംപോലെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഞാൻ ഇഷ്ടംപോലെ നേടിയിട്ടുണ്ട്, തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അടിച്ചു മൂത്ത് പൂക്കുറ്റിയായിട്ട് കിടക്കുന്ന ശ്രോതാവ് ക്രൈസ്തവ വിശ്വാസിയോട് പറയട്ടെ: നീ നാടുകളിൽ മടങ്ങി വരുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടങ്ങാൻ മടക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൈവം വിടുതൽ നൽകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? തന്റെ മുഖം മുഴങ്കാലുകൾക്ക് ഇടയിൽ വെച്ച് താൻ നിലത്തോളം കുനിഞ്ഞ് എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ദേശത്തിലെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, അവർ തലയും മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് അവർ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് സുഖപ്രസവം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഏലിയാവ് പ്രാർത്ഥിച്ചത് അതേപോലെ പ്രസവ വേദനയോടെയുള്ള പ്രാർത്ഥനയാണ്. ഏലിയാവിന്റെ പ്രാർത്ഥന എന്താണ്? വലിയ പ്രസവവേദനയോടെ പ്രാർത്ഥിച്ചു, ഭാരത്തോടെ പ്രാർത്ഥിച്ചു. അത് പൗലോസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-19 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ കുഞ്ഞുങ്ങളിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. അത് ഈ കാലഘട്ടത്തിൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് മുമ്പേ കടന്നുപോയി ആദിമസഭയും ഭക്തന്മാരും അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ ഈ നാളുകളിൽ കേരളത്തിലെ ജനത്തിൽ, ഭാരതത്തിലെ ജനത്തിൽ, ലോകമെമ്പാടുമുള്ള 7 ഭൂഖണ്ഡങ്ങളിലുള്ള 800 കോടി ജനത്തിലും എല്ലാ രാഷ്ട്ര തലവന്മാരും മത നേതാക്കന്മാരിൽ സ്തോത്രം തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികൾ ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്ന, തകർത്ത് കളയുന്ന അന്ധകാര ശക്തികളിൽ യേശു ക്രിസ്തു ഉരുവാകൂടെ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു ഉരുവാകും.
ഉരുവാകുവോളം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള കർത്താവേ, കേരളത്തിലെ 3.25 കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാകുവാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 145 കോടി ജനത്തിൽ, ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവോളം ആമി പ്രസവവേദനപ്പെടുന്ന പൗലോസിനെ പോലെ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ സ്വന്തമോ ബന്ധമോ ഒന്നുമല്ല, നിങ്ങളെ എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെയും അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മളത് പരസ്പരം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, രക്തബന്ധങ്ങളൊന്നും അല്ലെങ്കിലും. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ഇന്നേക്ക് 2026 വർഷങ്ങൾ മുമ്പ് മാനകുലത്തിന് മുഴുവൻ പാപത്തിനു വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നൊരു ദൈവമുണ്ട്. അവൻ അവസാനത്തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, ഭൂമി നമ്മൾ രക്തബന്ധമല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്താൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ, ആ ക്രൂശിലെ രക്തത്താൽ ക്രിസ്തുവുമായി രക്തബന്ധം നമുക്കുണ്ട്. ക്രിസ്തുവായിട്ട് നമുക്ക് രക്തബന്ധമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവായിട്ട് രക്തബന്ധമുള്ള ക്രൈസ്തവ വിശ്വാസികൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആമി ഏലിയാവിനെ പോലെ, ഹല്ലേലൂയ, പൗലോസിനെ പോലെ, ആദിമസഭയെ പോലെ, ആമി പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയെ പോലെ നാളുകളിൽ ക്രിസ്തു ജനത്തിൽ ഉരുവാകുവോളം പ്രാർത്ഥിക്കണം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരതി വരെ പാർക്കുന്ന വലിയവരുടെ മേലും ചെറിയവരുടെ ഇവിടുത്തെ കോടീശ്വരന്റെ ഉള്ളിലും ക്രിസ്തു ഉരുവാകണം. ഹല്ലേലൂയ. കേരളത്തിലെ 3.25 കോടി ജനത്തെ കർത്താവ് എനിക്ക് നൽകണം. ഹല്ലേലൂയ. ഇവിടുത്തെ തലമുറ എനിക്ക് നൽകണം. എണ്ണത്തിൽ പെടാത്തവർ അനവധിയുണ്ട്, അവരെ എനിക്ക്, അന്യസംസ്ഥാന തൊഴിലാളികളെ എനിക്ക് നൽകണം. ഹല്ലേലൂയ. അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ ക്രിസ്തു ഉരുവാകണം. ലോകരാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിൽ, ഇന്ത്യയിലെ 145 കോടി ജനത്തിന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണമേ എന്ന് പറഞ്ഞ് നമ്മൾ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് ചിലത് ഈ കാലഘട്ടത്തിൽ ചെയ്യുവാനുണ്ട്. ഒരു അന്ത്യകാല ഉണർവ് ദൈവം ഈ നാളുകളിൽ നൽകാൻ പോവുകയാണ്. ആസിയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ ഒരു അന്ത്യകാല ഉണർവിനെ ദൈവം നൽകാൻ പോവുകയാണ്. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 100 മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടല്ലോ ഇന്ന് പകൽ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവദാസിയെ നിന്റെ മേൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമി ഒരു അസാധാരണമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിനെ ഒരുക്കുമ്പോൾ ഇന്ന് പകൽ ആമി ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറിയതുപോലെ ഇന്ന് പകൽ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുന്നെങ്കിൽ അവർ അസാധാരണമായി ശുശ്രൂഷയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നിറയപ്പെട്ട, ഹല്ലേലൂയ, ആമി ഫിലിപ്പോസ് ശമര്യപട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പക്ഷപാതക്കാരും മുടന്തനും രോഗികളും ഭൂതങ്ങളും ആമി വിട്ട് അനേകർ സൗഖ്യം പ്രാപിച്ച പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായെന്ന് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം വായിക്കുന്നത് പോലെ ദൈവം നിന്നിലൂടെ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് കൗമാരക്കാരോട് ഞാൻ പറയട്ടെ, യൗവനക്കാരോട് നീ മൊബൈലിൽ വിട്ട് എഴുന്നേക്ക്, ടിവിയും സിനിമയും വിട്ട് എഴുന്നേക്ക്. ആമി ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിന്റെ ഈ കൂട്ടങ്ങൾ അകപ്പെട്ടു പോകരുത്. പലരും അതിനെക്കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഹോദരൻ പറഞ്ഞ് ക്രൈസ്തവർക്ക് ബന്ധക്കോസുകാർ പറയുന്ന സിനിമ കാണരുത്, ടി വി കാണരുത്, റിയാലിറ്റി ഷോ കോമഡി കാണരുത്, മൊബൈലിൽ നോക്കരുത്, തിയേറ്ററിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവർ കഠിന ഉപദേശം പറഞ്ഞു. ശരിയാണ്, ഞങ്ങൾ കഠിന ഉപദേശം തന്നെ പറയുന്നു. ആമി ലോകത്തിന്റെ മ്ലേച്ഛമായ കാര്യങ്ങൾ, ലോകത്തിന്റെ മ്ലേച്ഛത്തിൽ അകപ്പെടുന്നതിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാനല്ല. ഏലിയാവിനെ പോലെ കർമ്മേലിന്റെ പർവ്വതത്തിൽ കയറി പ്രാർത്ഥിച്ചുപോലെ നീ പ്രാർത്ഥനയിലേക്ക് വണങ്ങി വരണം. ലോകത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ വിമർശനായിരിക്കും നിന്നോട് പറഞ്ഞ നിന്റെ കുടുംബത്തിനകത്ത് അടക്കം ആളുകൾ അനേകർ, ഹല്ലേലൂയ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ക്രിസ്തുവില്ലാതെ മരണപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ നിത്യ നരകത്തിലേക്ക് നിന്റെ കുടുംബത്തിലുള്ളവർ, ദേശത്തിലുള്ളവർ പോകാതിരിക്കാൻ വേണ്ടി ആമേൻ നമ്മൾ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സകല അധികാരികൾക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് 1 തിമോഥെയോസ് 2 1 തൊട്ട് 1-2 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. ഇത് പ്രസവവേദനയാലുള്ള പ്രാർത്ഥന മാത്രമല്ല, ഹല്ലേലൂയ, താഴ്മയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏലിയാവ് പ്രസവവേദനപ്പെടുന്ന പോലെ, ആ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ഏലിയാവ് കർമ്മയിൽ പ്രാർത്ഥിക്കുക. പൗലോസ് അതേ അനുഭവം പറയുമ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ല, പിന്നെന്താണ്? ഏലിയാവ് തന്റെ തല മുട്ടിനിടയിൽ വെച്ച് പ്രാർത്ഥന തൻ നിലത്തോളം കുനിഞ്ഞ് താഴ്ന്നു ദൈവസേന തന്നെ ഒന്ന് താഴ്ത്തിക്കൊടുത്തു.
അല്ലൊരു അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുന്നതാണ്. അല്ലൊരു അത് നമ്മൾ ലജ്ജിക്കരുത്. യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അല്ലൊരിയ യേശു തന്നെ അനുഗമിക്കുന്ന ജനത്തോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-28-29 വാക്യങ്ങൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ വരുവിന്ന്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ. യേശു പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനെ എന്റെ അനുഗം ഏറ്റുകൊണ്ട് എന്ന് പറഞ്ഞ പിതാവായി ദൈവത്തിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തു സൗമ്യതയും താഴ്മയോടും കൂടി തന്റെ ശുശ്രൂഷ ചെയ്തുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നാം പ്രാർത്ഥന എന്ന് പറയുന്ന സൗമ്യതയുടെ ആത്മാവിൽ താഴ്മയുടെ ആത്മാവിൽ ക്രിസ്തുവിനെ അനുഗമിക്കണം. അല്ലൊരിക ക്രിസ്തുവിനെ പോലെ അല്ലൊരിക ഇവിടെ ദൈവത്തിന് പറയും, ഇതിനു മുമ്പ് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് അനേക വൻ ജയങ്ങൾ പ്രാപിച്ചിരുന്നു. എങ്കിലും ഹൃദയത്തിൽ അഹംഭാവത്തിന് സ്ഥാനം നൽകാതെ തറയോളം താഴ്ത്തി. ഏലിയാവിന്റെ കയ്യാല് ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഏലിയാവ് ഒരുപാട് ശുശ്രൂഷ ചെയ്തിരുന്നാൽ താൻ ചെയ്ത ശുശ്രൂഷയ്ക്കകത്ത് അതിന് വലിയ പ്രശസ്തി കൊടുക്കാതെ, അതിനെക്കുറിച്ച് താൻ പറഞ്ഞു നടക്കാതെ അല്ലൊരിയ താൻ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് സ്വയം ചിന്താമതി സ്വയത്തം തന്നെ ഉള്ളിൽ വളരാതെ ഏലിയാവ് പിന്നെയും എന്ത് ചെയ്യുന്നു? അഹംഭാവം ഒന്നുമില്ലാതെ കർമ്മേൽ പർവ്വതത്തിൽ തന്നെ താഴ്ത്തി കൊടുക്കുകയാണ്. ആഹാബ് രാജാവിന്റെ മുമ്പാകെ ഗാംഭീര്യത്തോടെ നിവർന്നു നിന്ന ആ കർത്താവിന്റെ ദാസൻ ആഹാബ് രാജാവിന് മുമ്പിൽ നിവർന്നു നിൽക്കുക. ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ഇത്ര ഗാംഭീര്യത്തോടെ ഇത്ര ശക്തിയോടെ ചങ്കൂറ്റത്തോടെ നിവർന്നു എന്ന് പറഞ്ഞ ആ ഏലിയാമുണ്ടല്ലോ ഏലിയ, ഇന്ന് പകൽ അതേപോലെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വിശ്വസിക്കുക, നീ തല നിവർന്നു നിന്ന് തല ആരുടെയും മുമ്പിൽ നീ ആരുടെ മുമ്പിൽ തല കുനിക്കാതെ നിവർന്നു നിൽക്കണം. ഹല്ലേലൂയ. നിവർന്നു നിന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നീ തലയെ താഴ്ത്തിയാൽ മതി. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നീ തലയെ താഴ്ത്തിക്കൊണ്ട് അവനെ വണങ്ങി നമസ്കരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സകല മഹത്വം കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ഈ പിതാവ് അല്ലെങ്കിൽ പിതാവ് നിങ്ങൾക്ക് നൽകി തരും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നീ ദൈവസ്ഥനെ താഴ്ത്തി കൊടുക്കുമ്പോഴാണ് ദൈവിക രഹസ്യം, വചനത്തിന്റെ മർമ്മങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മൾ എത്രമാത്രം താഴുമോ അത്രമാത്രം ദൈവിക രഹസ്യങ്ങളും മർമ്മങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? നിന്റെ ആരാധന ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? നിന്റെ സമർപ്പണ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? പണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു, സ്തുതി സ്തോത്രങ്ങൾ പറയുമായിരുന്നു, പണ്ട് നീ നന്നായിട്ട് അന്യഭാഷ പറയുമായിരുന്നു, പണ്ട് നിനക്ക് ദർശനമുണ്ടായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു, പണ്ട് നിനക്ക് സ്വപ്നങ്ങൾ ദൈവം തരുമായിരുന്നു, പണ്ട് നീ വചനം വ്യാഖ്യാനിച്ചു. എല്ലാ വിധത്തിലും ദൈവവരങ്ങളിൽ ശക്തമായി നീ ഉപയോഗിക്കപ്പെട്ടില്ലേ? ഇന്ന് നിന്റെ പ്രാർത്ഥന എവിടെ പോയി? നിന്റെ ആരാധന എവിടെ പോയി? നിന്റെ സ്തുതി സ്തോത്രങ്ങളുടെ പോയി? നിന്റെ ഉള്ളിലൊരു മടുപ്പ് വന്നില്ലൊരു ക്ഷീണം വന്നില്ല. എന്തുകൊണ്ട്? നിന്നെ പ്രാർത്ഥനയിൽ അസ്വസ്ഥമാക്കുന്നതിൽ അന്ധകാരത്തിന്റെ ശക്തികൾ, ചില പൈശാചിക ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജീവിതത്തിൽ തല ഉയർത്തിയപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത് പ്രാർത്ഥനാ ജീവിതമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്കാകട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും സുഖലോലുപരായി ജീവിക്കണം, ഏറ്റവും സുന്ദരമായി ജീവിക്കണം, ഏറ്റവും ശ്രേഷ്ഠമായി വസ്ത്രം ധരിച്ച്, ഏറ്റവും വില കൂടിയ പെർഫ്യൂം അടിച്ച് മനുഷ്യന് മുമ്പിൽ ഏറ്റവും വലിയ ഉയർന്നവനായി സ്വയത്വത്തോടെ അഹങ്കാരത്തോടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുവാൻ ഏറ്റവും വലിയ മുന്തിയ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുവാൻ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കർത്താവിനോട് പറഞ്ഞ കർത്താവ് ഏലിയാവിനെ പോലെ ഭവനത്തിനകത്തിരിക്കുമ്പോൾ, പുറത്തു പോകുമ്പോൾ, പട്ടണത്തിനകത്തും തിരിക്കൂണകത്തും പരസ്യ സ്ഥലങ്ങളിലും രക്ഷ കൂടാതെ മടി കൂടാതെ ഭയം കൂടാതെ ഏലിയാവിനെ പോലെ ദൈവത്തിന് താഴ്ത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി അയ്യം വിളിക്കുവാൻ എന്നെ ശക്തീകരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറയും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വളരെ ഭാരമാണ്. സ്തോത്രം. എന്റെ സഹോദരങ്ങൾ ഒരാൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എന്റെ രക്തബന്ധങ്ങളുടെ കാര്യമല്ല, എനിക്ക് ചുറ്റിലുമുള്ളവരെല്ലാം എന്റെ സഹോദരങ്ങളാണ്. അവൻ ജാതി പലതായിരിക്കും, മതം പലതായിരിക്കും, പക്ഷേ ഞാൻ അവരെ കാണുന്നവരെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടുണ്ടാകപ്പെട്ട മനുഷ്യരാണ്. അവരുടെ ഉള്ളിലും എന്റെ ഉള്ളിലും കിടക്കുന്നതെല്ലാം ഒരേ ശ്വാസമാണ്. അവരുടെ രക്തവും എന്റെ രക്തത്തിന്റെ കളറും എല്ലാം ഒന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വാഭാവികം ഞാനും അവരുമായിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. മനുഷ്യനാണ് വ്യത്യാസം
തടസ്സങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് ചുറ്റിലുമുള്ളതെല്ലാം എന്റെ സഹോദരങ്ങൾ ആയതുകൊണ്ട് ഹല്ലേലൂയ, അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ താമസിച്ച ഒരു കോട്ടയം ഈ വീടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന് എന്നോട് പറഞ്ഞല്ലോ. എനിക്ക് ചുറ്റും വീടുകളുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞവരല്ല, അവർ ദൈവത്തെ കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിച്ച ചുറ്റും ഉള്ളതെല്ലാം ജാമ്യത്തിൽ ദൈവത്തെ അറിയാത്തവരാണ്. അതിന്റെ നടുവിൽ ഞാൻ ഈ ദൈവത്തിന് മാത്രം വിളിച്ചു പറഞ്ഞ് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണം. ഹല്ലേലൂയ. ഒരു ന്യായവിധി ദിവസമുണ്ട്. ന്യായവിധി നാളിൽ ഈ ജനം നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, നരകക്കടലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ പാപ സ്വഭാവങ്ങളെ വിട്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിട്ട്, അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വിട്ടിട്ട് അവർ മടങ്ങി വന്ന് ലോകത്തിന്റെ മെച്ചമായ സുഖജീവിതങ്ങളൊക്കെ വിട്ടിട്ട് അവർ മടങ്ങി വന്ന് ക്രിസ്തു അവരുടെ ഉള്ളിൽ ഉരുവായി അവർ ആത്മീയ പൈതരായി മാറാൻ, ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറാൻ വേണ്ടി ഞാൻ പരസ്യമായിട്ട് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എനിക്ക് ഈ പരസ്യ പ്രാർത്ഥന കേൾക്കുക ഭയങ്കര ഇഷ്ടം. അത് എവിടെ നിന്നും പ്രാർത്ഥിക്കാൻ മടിയില്ല കേട്ടോ. ഹല്ലേലൂയ. അതിന് വലിയ ആൾ വേണം, ആൾപ്പെരുപ്പം വേണ്ട, കൂട്ടമൊന്നും എനിക്ക് വേണ്ട. ഈ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എപ്പോഴും എനിക്ക് പ്രേരണ നൽകുന്നു. ആ സമയത്ത് പരിസരം നോക്കാതെ ഞാൻ എവിടെ നിന്നും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പിന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെയാ. ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം. ഏലിയാവേ, നീ കർമ്മനിലേക്ക് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏലിയാവ് മല കയറി പോവുകയാണ്. എന്നാൽ വേണമെങ്കിൽ ഏലിയാവിന് പറയാം, ഇല്ല കർത്താവേ, ഞാൻ ഇത്രയും നാളും ഇത്രയും ദിവസം ഇത്രയും നേരം ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അങ്ങയ്ക്ക് വേണ്ടി മകത്ത് പേര് ശുശ്രൂഷ ചെയ്തു. എനിക്ക് ക്ഷീണമുണ്ട്, കൈകാലുകൾ കഴിക്കുന്നു, കൈകാലുകൾക്ക് വേദന, മുട്ടുവേദനയുണ്ട്. അതുകൊണ്ട് ഇപ്പം പറ്റത്തില്ല. ഞാൻ എന്റെ കൈകാലുകളുടെ ശരീരത്തിന്റെ വേദന എന്നെ മാറിയിട്ട് ഞാൻ കർമ്മേലിൽ പോയി പ്രാർത്ഥിച്ചോളാം. എന്നാൽ ഏലിയാവ് പറഞ്ഞത്, ദൈവശബ്ദം തന്റെ കാതുകളിൽ വന്നപ്പോൾ, ദൈവശബ്ദത്തിന്റെ ഹൃദയത്തിന്റെ അന്തഭാഗത്ത് ധരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഏലിയാവ് ദൈവം പറഞ്ഞ വാക്ക് കേട്ട് മടികൂടാതെ കർമ്മേലിരുന്ന പർവ്വതത്തിലേക്ക് പോയിട്ട് തന്റെ അമലിയ ഭൂമിയോളം തന്നെ താഴ്ത്തി. ഹല്ലേലൂയ. നമുക്കത് കഴിയുമോ? നമുക്കത് കഴിയണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ മാതാവ് വിശ്വാസത്തിലേക്ക് വന്നു, നിന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. സഹോദര സഹോദരി, നീ വിശ്വാസത്തിലേക്ക് വന്നു. നിനക്കൊരു മരണം ഈ ഭൂമിയിലുണ്ട്. മരണാനന്തര ജീവിതം എവിടെയാണെന്ന് നിനക്കറിയാമോ? മതം പറഞ്ഞ് ഭരിപ്പിക്കുന്ന നീ മരിച്ചാൽ സ്വർഗത്തിലെന്ന്, സംഘടനകൾ പറഞ്ഞ് ഭരിപ്പിക്കുന്ന നീ മരിച്ചാൽ സ്വർഗത്തിലെന്ന്, വിവിധ സാമൂഹിക സംഘടനകൾ എല്ലാവരും പറയുന്നതിന്റെ മാമി നിനക്ക് മുമ്പ് കടന്നുപോയ എല്ലാവരും പറഞ്ഞ് മരിച്ചാൽ സ്വർഗത്തിലാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ സ്വർഗവും നരകവും ദൈവം പകൽ പണിയുണ്ടായിരുന്നു. ആമേ, സ്വർഗം മാത്രം മതിയായിരുന്നു. നരകം എന്ന് പറയുന്ന ഒരു സത്യമുണ്ട് സ്വാഭാവി. നരകം എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. നരകം എന്ന് പറയുന്ന സത്യത്തിനകത്ത്, നരകം എന്ന് പറയുന്ന സ്ഥലത്തിൽ കോടാനുകൂടി ജനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. കോടാനുകൂടി ജനങ്ങൾ ഇപ്പോൾ തന്നെ നരകാത്തിൽ കിടന്ന് ചാകാത്ത പുഴു, കെടാത്ത തീയുള്ള, ഹല്ലേലൂയ, കെടാത്ത തീ, ചാകാത്ത പുഴു കേട്ടോ. അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുക. ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഒരു മദ്യപാനിക്കും, ഒരു നൂർത്തറപ്പുകാരനും, ഒരു വ്യഭിചാരിക്കും, ഒരു വിഗ്രഹാരാധിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. സ്ഥാനമാനങ്ങളും അധികാരത്തിന്റെ കൈസ്ഥലിരിക്കുന്ന സാമ്രാജ്യത്തെ ശക്തികളും അവര് തീവ്രവാദികളും ഭീകരവർഗവാദികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങൾക്ക് സയന്റിസ്റ്റ്, എഞ്ചിനീയർ എന്നുവേണ്ട എല്ലാ മേഖല ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യത്തിന് ആരും പുറത്ത് അച്ഛന, യാചക, ഓർഫനേജ്, ഓൾഡ് തടവറയിലായിരിക്കുന്നതൊക്കെ ഞാൻ പറയാറുള്ളതാണ്. അങ്ങനെയുള്ള എത്ര പ്രഗത്ഭനായിരുന്നാലും, കോടീശ്വരനായിരുന്നാലും, നിന്റെ മുറ്റത്ത് വലിയ വലിയ ആഡംബര കാറുകൾ ഉണ്ടായിരുന്നാലും, നിനക്ക് വലിയ സൗദം, വലിയ കൊട്ടാരത്തിൽ, വലിയ മാളികയിലാണ് താമസിക്കുന്നത്, എന്റെ വീട്ടിനകത്ത് അനവധി സെക്യൂരിറ്റി ഉണ്ടായിരുന്നാലും, ഇടവും വലവും നിന്റെ കോട്ട നടക്കാൻ ആളുണ്ട്. അല്ലെങ്കിൽ കോടാനുകോടി രൂപ നിന്റെ ബാങ്ക് അക്കൗണ്ട് പോലെ നിനക്ക് ലോകത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങളുണ്ട്. ലോകം നിന്നെ മാനിക്കുന്ന, ആദരിക്കുന്ന, നിനക്ക് ഒരുപാട് അവാർഡുകൾ, കിരീടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്ത് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉരുവായില്ലെങ്കിൽ നിനക്കൊരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. രക്തംശയം, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ ഹല്ലേലൂയ ഒരു യാചകന് കഴിയും. ഹല്ലേലൂയ. കാരണം അവന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉരുവായെങ്കിൽ, ഹല്ലേലൂയ, അവൻ യാചകൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യാചകന്മാരുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. യാചകന്മാർ ബൈബിൾ എടുത്തു വെച്ച് വായിക്കുന്നത് കണ്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ പ്രത്യാശയുണ്ട്. കാരണം അവരുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് അവർ പലരുടെയും മുമ്പിൽ യാചിക്കുന്നു. എങ്കിലും അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായിട്ടുണ്ടെന്ന് എനിക്ക് ചിലരെ കണ്ടുമുട്ടാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്തു? യാചകന്മാർ
ദൈവരാജ്യത്തിൽ ഇരിക്കുമ്പോൾ ഇവിടുത്തെ കോടീശ്വരന്മാർ നരകത്തിൽ കിടക്കും. അത് നമ്മുടെ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നമ്മുടെ ധനവാന്റെ ലാസറിനെ കഥ മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഏലിയാവ് തന്നെ താഴ്ത്തി ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞതുപോലെ മനസ്സിലാക്കിയതുപോലെ നീ ദൈവത്തിലേക്ക് ഏൽപ്പിക്കണം. അപ്പൊ നീതിമാന്മാർ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അധികാരികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും ധൈര്യപൂർവ്വം നിൽക്കണം. അല്ല, ദൈവസന്നിധി നിൽക്കുന്ന നീതിമാന്മാരെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ആമീൻ സ്തോത്രം ദൈവ ജനമുണ്ടല്ലോ, വീണ്ടെടുപ്പ് പ്രാപിച്ച് ക്രിസ്തു ഉള്ളിൽ ഉരുവായിട്ടുള്ള ദൈവമക്കൾ ഇവിടുത്തെ രാജാക്കന്മാരുടെ മുമ്പിലും ഇവിടുത്തെ അധികാരികളുടെ മുമ്പിലും ഭരണാധിപന്മാരുടെ മുമ്പിലും ആമീൻ അവർ തല ഉയർത്തി നിൽക്കും. അവർ തല താഴ്ത്തേണ്ട കാര്യമില്ല. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഏലിയാവ് തല ഉയർത്തി നിന്നതുപോലെ ദൈവമക്കൾ എവിടെയും തല ഉയർത്തി നിൽക്കണം. എന്നെ നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ പറയട്ടെ, ആമീൻ, ഈ നാളുകളിൽ എവിടെയും തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഏലിയാവിനെ പോലൊരു കർമ്മേരിന്റെ അനുഭവ പ്രാർത്ഥന ജീവിതം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എവിടെയും ധൈര്യപൂർവ്വം നിൽക്കണം. അല്ലെങ്കിൽ 450 വാൻ പ്രവാചകന്മാരുടെ മുമ്പിൽ ഏലിയാവ് ധൈര്യപൂർവ്വം നിന്നു. എന്നാൽ യഹോവയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ സ്വന്തം തന്നെ താഴ്ത്തി. 450 ബാൽ പ്രവാചകൻ പ്രവാചകരുടെ മുമ്പില് ഏലിയാവ് തല ഉയർത്തി നിന്ന് അവനെ വെല്ലുവിളിച്ചു. അല്ലെങ്കിൽ അന്ധകാര ശക്തിക്കേറി തല ഉയർത്തുന്ന വെല്ലുവിളിച്ച ഏലിയാവ് ദൈവത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ചെയ്തത്? താൻ ഭൂമിയോളം വലിയ ഭൂമിയോളം വലിയ താന്നു. ചിലരൊക്കെ പറയും ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു, പാതാളത്തോളം ക്ഷമിച്ചു എന്നൊക്കെ ചില അജ്ഞതയുടെ വാക്കുകളൊക്കെ ചിലർ പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഭൂമിയോളം ക്ഷമിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എന്നെ കേൾക്കുന്നത് നമ്മളെ തന്നെ അങ്ങ് സ്വയം താഴ്ത്തി. അല്ലെങ്കിൽ ചിലർ ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു, ഇനി എന്റെ ക്ഷമയെ പരിശോധിക്കരുത്. അല്ലെങ്കിൽ ഇന്നാളൊരു സഹോദരി ഒരു ക്രൈസ്തവ ഞാൻ പാതാളത്തോട് ക്ഷമിച്ചു. ഞാൻ പറയും അതെങ്ങനെയാന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുമെന്ന് പറയും പാതാളത്തോട് ക്ഷമിച്ചത്. അവർക്ക് പാതാളം വരെ അവർ കണ്ടിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ അവരുടെ ചിന്താഗതി എങ്ങനെ ആയിരിക്കും, അവർ പഠിപ്പിച്ചതൊക്കെ എങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏലിയാവിനെ പോലെ തല ഉയർത്തി നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് കടന്നു വരണം. നമുക്കറിയാം അബ്രഹാം അവനെ സ്വന്തം ഗോമരയ്ക്ക് വേണ്ടി നിലവിളിച്ചു. അല്ലുരിയ അത് കാണുന്നുണ്ട്. സ്തോത്രം. അല്ലുരിയ. അബ്രഹാം തന്നെ താഴ്ത്തി. അബ്രഹാമും തന്നെ താഴ്ത്തിക്കൊണ്ട് ആമി പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ എന്നാണ് ഉൽപ്പത്തി പുസ്തകം 18:27 പറയുന്നത്. സ്വന്തം ഗോമരയ്ക്ക് വേണ്ടി അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ 45 പേരുണ്ടെങ്കിൽ 40 പേരുണ്ടെങ്കിൽ 30 പേരുണ്ടെങ്കിൽ 20 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കും. ഇങ്ങനെ അബ്രഹാം ദൈവത്തിന് ഇടിവിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം സംസാരിച്ച് അബ്രഹാം പറയുക, ആമീൻ, വെണ്ണീറും പൊടിയുമായി ഞാൻ കർത്താവ് അങ്ങയോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. കണ്ട ആ താഴ്മയുടെ അനുഭവത്തെ കണ്ട സ്വഭാവി നാം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആരാധകർ താഴ്മയോടെ ഇന്നത്തെ തലമുറയ്ക്ക് പ്രാർത്ഥനയിലും താഴ്മയില്ല. സഭയ്ക്കകത്തും വന്നൊരു താഴ്മയില്ലാത്ത ദൈവസഭയിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന അനവധി ആളുകളുണ്ട്. നമ്മൾ മടങ്ങി വരണം കേട്ടോ. സ്തോത്രം. നമുക്ക് ഈ ലോകമല്ല വലുത്, ഈ ലോകത്തിലെ ജീവിതമല്ല വലുത്. അല്ലെങ്കിൽ പലരുടെയും ജീവിതം ഈ ലോകമാ, ഇവിടുത്തെ സുഖമാ. അല്ലേലിയ. എന്നാൽ അതല്ല ശ്രോതാവേ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ജനങ്ങൾ പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും കഷ്ടതയിലും പട്ടിണിയിലും നിരാശയിലും ദുഃഖത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങൾ, മദ്യപാനം കൊണ്ട് തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, സഹോദരന്മാർ, അല്ലേലിയ. ആമി ലഹരി മരുന്നുകൾ കടിമയായി ജീവിക്കുന്ന സഹോദരിമാർ, യുവതി വാക്കന്മാർ, അല്ലേലിയ. ആമി ലോകത്തിന്റെ ജനിക വിവിധമായ സുഖങ്ങൾ വീണ്ടെടുക്കുന്ന അനവധി കൗമാരക്കാരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ പാപത്തിൽ വശീകരണത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ അനവധി യുവാക്കന്മാർ, കൗമാരക്കാരന്മാർ അല്ലിയ ലഹരി ഉപയോഗിച്ച് പെൺകുട്ടികളെ മയക്കിയെടുത്തവരെ പാപത്തിൽ തള്ളിയിട്ടവരുടെ ജീവിതം എന്നേക്കും തകർത്ത് കളയുന്ന കാണുമ്പോൾ ഇവിടെ ചൂതാട്ടങ്ങളും പിടിച്ചുപറിയും മോഷണവും ബലാത്സംഗവും വ്യഭിചാരവും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അത് കണ്ട് ഞാനും നിങ്ങളും മൗനമായി ഇരിക്കുവാൻ അല്ലെങ്കിൽ വിരന്തിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ലോകം എത്ര അധംപതനത്തിലൂടെ കടന്നു പോകുന്നേ. ആമേ, മനുഷ്യൻ ദൈവ സ്നേഹമുണ്ടോ? ഇതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭർത്താവ് എത്ര കാലമായി ബന്ധിവരിക്കുന്നത്? രാവിലെ നീ നിന്റെ ഭർത്താവിനെ ഒരുക്കി ജോലിക്ക് പറഞ്ഞു വിട്ട് അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ചോര വീർപ്പ് അധ്വാനിക്കുന്ന പൈസ നിന്റെ ഭവനത്തിൽ എത്താതെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എത്താതെ കുടുംബം ഇന്നും പട്ടിണിയിലല്ലേ? അല്ലെ ഏരിയ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു, ഒരു സഹോദരൻ ഡെയിലി 1000 രൂപ ജോലി ചെയ്യുന്ന ആളാണ്. ഡെയിലി
ചിലപ്പോൾ 1200 കൊടുക്കുമെന്ന് പറയും. അങ്ങനെ 7 ദിവസം പണിയുണ്ട്. 7 ദിവസം പണിയുണ്ട്. 7 ദിവസം 1000 രൂപ കിട്ടി എത്ര ഉണ്ട്? 7000 രൂപ കിട്ടും. അല്ലെങ്കിൽ ഇനി അല്പം കൂട്ടിയാൽ 18000 രൂപ കിട്ടും. 30 ദിവസം 1000 രൂപ കൂട്ടി 30,000 രൂപ കിട്ടത്തില്ലേ? ആ സഹോദരനോട് വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പൈസയില്ല, ഞാൻ വീട്ടിൽ പോകാതെ 4 ദിവസമായി കടത്തണയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഈ കടത്തണയിൽ കിടക്കുകയാണ്, എനിക്ക് വീട്ടിൽ പോകാൻ 2000 രൂപ വേണം, അതുകൊണ്ട് പാസ് എനിക്ക് 2000 രൂപ തരണം, അടുത്ത ദിവസം ഒരാൾ മേടിച്ച് തരാം, ഡെയിലിയ തരാം, കാരണം വീട്ടിൽ ചിലപ്പോൾ പൈസ കൊടുക്കണം. ഡെയിലി 1000 രൂപ മേടിക്കുന്ന വ്യക്തി എന്നിട്ട് പറയാം നിങ്ങൾക്ക് ഒരുപാട് വിദേശത്ത് പൈസ വരാനുണ്ടല്ലോ, അതിൽ തന്നാൽ മതി. ഞാൻ പറയാം എൻ്റെ സഹോദരൻ, ഞങ്ങൾക്ക് വിദേശത്ത് പൈസ വരാനില്ല, എനിക്ക് അങ്ങനെ വിദേശ പൈസ വരാനില്ല. ഞാൻ അന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞു പോകുന്ന ആളാണ്, ഞാൻ വളരെ പരിമിതമായ ജീവിതം നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിദേശ പണമൊന്നും എടുത്ത് എനിക്ക് തരാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന 1000 രൂപ 30 ദിവസം 30,000 രൂപ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെലവഴിച്ച പോലെ. ഞാൻ അതിന്റെ കണക്കുകൾ ചോദിച്ചാൽ പറയുക, ഒരു ദിവസം 600 രൂപയോളം ആകും മദ്യത്തിന്, ഷെയർ കൂടി 600 രൂപയോളം മദ്യത്തിന്. പിന്നെ സിഗരറ്റേ വരികയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തെ ഊണ്, രാവിലത്തെ കാപ്പി, വൈകിട്ടത്തെ ചായ കുടി, പിന്നെ ഒന്നുമില്ല. അങ്ങനെയുള്ള എത്ര എണ്ണ അവിടെ കിടക്കുന്നതെന്ന് അറിയാവോ? അങ്ങനെ സ്വന്തം കുടുംബത്തെക്കുറിച്ച്, സ്വന്തം ഭാര്യയെക്കുറിച്ച്, സ്വന്തം മക്കളെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലാതെ കിട്ടുന്ന മുഴുവൻ കള്ളു കുടിച്ച് വഴിയിൽ വാള് വെച്ച് കിടക്കുന്ന സഹോദരൻ, നീ മാനസാന്തരപ്പെടണം. നല്ലൊരിയ രാപകലില്ലാതെ പണിയെടുത്തിട്ട് എന്റെ കുടുംബത്തെ അന്വേഷിക്കാതെ വലിയ ചങ്കു വിരിച്ച് മാന്യനാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, നീ മാനസാന്തരപ്പെട്. കിട്ടുന്ന പൈസ കൊണ്ട് കള്ളു കുടിച്ചിട്ട് അങ്ങാടി തോറ്റൻ അമ്മയോടൊന്ന് വീട്ടിൽ വന്ന് ഭാര്യക്കിട്ട് പിടിച്ച് മക്കളെ ഇടിച്ച് വീട്ടിൽ ആ കലകം സൃഷ്ടിക്കുന്ന നല്ല ജീവിതം എന്ന് പറയുന്നത്, അതല്ല അഭിമാനം എന്ന് പറയുന്നത്. നീ എന്നെപ്പോൾ ഒരു താളടി ലേരിയ. അങ്ങനെയുള്ള ജനം ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത്. ഏലിയാവിനെ പോലെ ഇതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ എത്ര കുടുംബങ്ങളാണ് കണ്ണുനീർ കിടന്നത്. എനിക്ക് ഒരുപാട് അനുഭവമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ഇവർക്കൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ കിടന്നത് പാതാളത്തിന്റെ അനുഭവത്തിലായിരുന്നു. പാതാള വേദനകളിൽ പിടിച്ചു, പാതാള വാസങ്ങളിൽ ചുറ്റി ദാവീദൊക്കെ പറഞ്ഞതുപോലെ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. അല്ലേലിയ. ആദ്യം തന്നെ വിടുവിച്ചു കൊണ്ടു അനേക ഭക്തന്മാർ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞ് ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സത്യസുവിശേഷം പറഞ്ഞത്. അല്ലേലിയ. അതുകൊണ്ട് ഞാൻ അന്ന് ദൈവസ്ഥനെ തീരുമാനമെടുത്ത്, കർത്താവേ, ഈ ഭൂമിയിൽ എത്ര കാലം ജീവിതം എനിക്ക് തരുന്നു, എത്ര കാലം അങ്ങ് എനിക്ക് തരുന്നു, ആ നിൽക്കുന്നിടത്തോളം കാലം എന്നെ പോലെ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ എന്നെ ഒരുക്കണമെന്ന് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രാർത്ഥനയ്ക്ക് നിന്ന് നമുക്ക് പ്രതിഫലമൊന്നും ഭൂമിയിൽ കിട്ടില്ല. പ്രാർത്ഥിക്കുന്നവനെ രോഗം അറിയത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞത് കേട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ നമ്മളെ ആരും അറിയത്തില്ല, ഗണ്യമാക്കത്തില്ല. പ്രാർത്ഥിക്കുന്നതിനെ നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. ഇന്നത്തെ കാലം നമ്മൾ മൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് വ്യാജപ്രവചനം, കള്ളപ്രവചനങ്ങൾ, ഒരുപാട് കള്ളഭൂതങ്ങളൊക്കെ എന്തെങ്കിലും ഓരോരുത്തർ വിളിച്ച് എന്തെങ്കിലും കണ്ടോ കേട്ടോ വെളിപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ പോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ട്. അല്ലേ സ്തോത്രം. നമ്മൾ സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യത്തില്ല. പ്രൈസറോ അല്ലേ? ഇതൊക്കെ അനുഭവം കേട്ടോ. അല്ലേ സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്വന്തം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. വ്യാജങ്ങൾ പറഞ്ഞ് പരത്തരുത്. വ്യാജ അപവാദ പ്രചരണങ്ങൾ, ഒരാളിനെ കുറിച്ച് ദോഷമായ കാര്യങ്ങൾ പറഞ്ഞ് നിരത്തരുത്. ഒരു മനുഷ്യൻ ചെയ്യാത്ത പോകാത്ത പറയാത്ത കാര്യങ്ങളെ കുറിച്ച് അവന്റെ മേൽ കെട്ടിച്ചമച്ച് അവൻ ചെയ്തു പറഞ്ഞു എന്ന് വരുത്തി തീർത്ത ദേശത്തൊരു വ്യക്തി നീ അപമാനിക്കരുത്. അല്ലേ സ്തോത്രം. അപമാനിക്കരുത്. നമ്മൾ സത്യസന്ധമായി ജീവിക്കണം. അതുകൊണ്ടാണ് റോമലേഖനം 12 പറയുന്നത് 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നും തിരിച്ചറിഞ്ഞ് മനസ്സുകൊതുക്കി രൂപാന്തരപ്പെടെന്ന് പറയുന്നത്. അത് ഈ കാലഘട്ടം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലേലൂയ. ആമീൻ. ദാവീദ് തന്നെ ഒരു കൃമിയെ പോലെ താഴ്ത്തിക്കൊണ്ട്, ഞാനോ മനുഷ്യരുടെ ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നെതിരും തന്നെ എന്ന് 22 പറയുകയാണ്. ആമീൻ. വലിയ അപ്പോസ്തലനായ പൗലോസ് തന്നെത്താൻ താഴ്ത്തിയിട്ട് പറയണം, പാപികളിൽ ഞാൻ ഒന്നാമനാണ്. ഏലിയാവ് മുഖം തന്റെ മുഴങ്കാലുകൾ നടിയിൽ വെച്ച് 7 പ്രാവശ്യം കുനിഞ്ഞ് നമസ്കരിച്ചു. നമസ്കരിച്ച ഉടനെ നമസ്കരിച്ച ഉടനെ എന്താണ് സംഭവിച്ചത്? 1 രാജാക്കന്മാരുടെ പുസ്തകം 18-43 വാക്യത്തിലുണ്ട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ
കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ദൈവം ഒരു ദർശനം അങ്ങോട്ട് കൊടുത്തു. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ ദൈവം ചില ദർശനം തരാൻ നിനക്ക് ആഗ്രഹിക്കുകയാണ്. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിന്റെ കുടുംബത്തിനകത്തൊരു അത്ഭുതം നടക്കുന്നു. കണ്ണുകളടച്ചാട്ട്. അപ്പൊ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി കയറി കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകൾ നടിയിൽ വെച്ച് താഴ്മയോടെ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് മടങ്ങി പോകാം. ഒരു അന്ത്യകാല ഉറവ് നിന്റെ ഭവനത്തിൽ ആരംഭിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രാർത്ഥിക്കുന്ന അനവധി പ്രാർത്ഥന വീരന്മാരെ, പ്രാർത്ഥന പോരാളികളെ ഞങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ബാല്യക്കാരും കൗമാരക്കാരും യൗവനക്കാരും വാർത്തകളായിരിക്കും ഈ ലോകമോഹങ്ങളും ചിന്തകളൊക്കെ വിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോക രാജ്യങ്ങളുടെ 800 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ ക്രിസ്തു ഉരുവാകുമ്പോൾ പ്രസവവേദനപ്പെടുന്ന ഏലിയാവിനെ പോലെ, പൗലോസിനെ പോലെ, ആദിമ സഭയെ പോലെ പ്രാർത്ഥിക്കുന്ന ദാസന്മാരെ ഈ നാളുകൾ എഴുന്നേൽപ്പിക്കണം. ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലേക്ക് ദൈവസഭ ഒന്നിച്ചു വരുവാൻ ഏകമകരുടെ ഐക്യതയോടെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സകല ജനത്തെ ഒരുക്കണമേ. കർത്താവേ, അക്രമങ്ങളും രാജകത്വങ്ങളും നിന്ദകളും അപമാനങ്ങളും ബന്ധനങ്ങളും മദ്യവും മയക്കുമരുന്നും എല്ലാ ജനികമായ ജീവിത സാഹചര്യങ്ങളും കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദേശത്തെ ഞെരുക്കുമ്പോൾ അതിന്റെ നടുവിലൊരു മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. സകലത്തിന് ഞങ്ങളുടെ നീതിയുള്ള കരം വെളിപ്പെടുത്തിയാട്ട് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.